അപ്പോൾ നമ്മൾ കഴുത്ത് വേദനയുള്ളവർ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് കണ്ടു. ഇനി ഇവർക്ക് എന്തൊക്കെ ചെയ്യാം അത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു, ലാപ്ടോപ്പും ഫോണും യൂസ് ചെയ്യുമ്പോൾ കുനിഞ്ഞിരുന്ന് യൂസ് ചെയ്യരുത്. പകരം ലാപ്ടോപ്പും ഫോണും ഐ ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ. ഒരു ലാപ്ടോപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിയുന്നതും ഒരു എക്സ്ട്രാ മൗസും കീബോർഡും യൂസ് ചെയ്യുക. അതേപോലെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോൺ സ്റ്റാൻഡോ ഒരു ഹോൾഡറോ എന്തെങ്കിലും വെച്ചിട്ട് ഫോണും ഐ ലെവലിൽ വെച്ചിട്ട് തന്നെ കഴിയുന്നതും കാണാൻ ശ്രമിക്കുക. കിടക്കുന്ന സമയത്ത് ഒരു മീഡിയം ഹൈറ്റിലുള്ള, മീഡിയം തിക്നെസ്സിലുള്ള, നമ്മുടെ നെക്കിന് സപ്പോർട്ട് തരുന്ന തരത്തിലുള്ള പില്ലോ യൂസ് ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക. മലർന്ന് കിടക്കുക അല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടക്കുമ്പോഴും ആ കേർവേച്ചർ, നമുക്ക് വേണമെങ്കിൽ മലർന്ന് കിടക്കുമ്പോഴും ചെരിഞ്ഞു കിടക്കുമ്പോഴും ഒരു ടർക്കി ടവൽ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ആ കേർവേച്ചറിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ വെച്ച്, അതും വളരെ കൂടുതലും കുറയാനും പാടില്ല, കറക്റ്റ് അവിടെ സപ്പോർട്ട് തരുന്ന പോലെ വെച്ചിട്ട് നമുക്ക് കിടക്കാവുന്നതാണ്. നമ്മൾ ബാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബാക്ക് പാക്സ് പോലത്തെ, ഇപ്പം ഹാൻഡ് ബാഗ്സോ ഷോൾഡർ ബാഗ്സോ അല്ലാതെ ബാക്ക് പാക്സ് പോലത്തെ ബാഗ് യൂസ് ചെയ്യുക. അത് തന്നെയാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡും പാഡഡ് ആയിട്ടും കുറച്ച് വിട്ടുള്ളതുമായിട്ടും, അതും നമ്മൾ ഒരു സൈഡിൽ മാത്രം തൂക്കിയിട്ട് നടക്കാൻ നിൽക്കരുത്, രണ്ട് സൈഡിലും വെച്ചിട്ട് വേണം നമ്മൾ അത് ബാക്ക് പാക്ക് യൂസ് ചെയ്യാൻ. അതേപോലെ 2 വീലറിൽ ഇനി ട്രാവൽ ചെയ്തേ പറ്റുണ്ടെങ്കിൽ ബൈക്കിന്റെ ഷോക്ക് അബ്സോർബേഴ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് കറക്റ്റ് ആണോ നോക്കുക. അതേപോലത്തെ സ്മൂത്ത് ആയ റോഡിൽ ട്രാവൽ ചെയ്യാൻ നോക്കുക. ഇനി ലോങ് ആയിട്ട് കാറിൽ 4 വീലേഴ്സിലെല്ലാം പോവുകയാണെങ്കിലും കഴുത്തിന് ജേർക്സും ഒന്നും വരാതിരിക്കാൻ ഒരു കോളർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഒന്ന് തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തോ ബോഡിയോ തിരിക്കുന്നതിന് പകരം ആദ്യം കാല് തിരിച്ച് നമ്മൾ ഫുള്ളി തിരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നെക്ക് സ്ട്രെച്ചിങ് എക്സസൈസും ഇവിടുത്തെ നെക്ക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും റെഗുലർ ആയിട്ട് ചെയ്യണം. ഒരു ഏരിയയില് മസിൽസിന് സ്റ്റിഫ്നെസ്സിനെല്ലാം പ്രധാനപ്പെട്ട വേറൊരു ട്രിഗറിങ് ഫാക്ടറാണ് സ്ട്രെസ്. അതുകൊണ്ട് കഴിയുന്നതും സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെയധികം വേദനയുള്ള സമയമാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് ആ സമയത്ത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും എന്തൊക്കെ തെറാപ്പീസ് ആണോ ഉള്ളത് അതെല്ലാം ചെയ്തിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്നുള്ള റിക്കവറിക്ക് സാധ്യമായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ബ്രേക്സ് എടുക്കുക, ഷോർട്ട് ബ്രേക്സ് എടുക്കുക. ആ ഷോർട്ട് ബ്രേക്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് നടന്നിട്ട് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ നെക്ക് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അത് ആ മസിൽസിലുള്ള ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കുന്നതാണ്.